എറണാകുളം മൂവാറ്റുപുഴയിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് പോലീസ് എത്തിയതിന് പിന്നാലെ യുവാവ് MDMA വിഴുങ്ങി. പോലീസിന്റെ കയ്യിൽ ലഹരി കിട്ടാതിരിക്കാനാണ് തൊടുപുഴ തൈപ്പറമ്പിൽ സ്വദേശി 23-കാരനായ ടോണി സാബു MDMA വിഴുങ്ങിയത്. അവശനിലയിലായ ടോണിയെ പോലീസ് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മനീഷ് ഐഷ മാത്യു വിവരങ്ങളുമായി ചേർന്നുണ്ട്. മനീഷ്, പോലീസിനെ പേടിച്ചാണ് MDMA വിഴുങ്ങിയതെങ്കിലും ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില എപ്രകാരമാണ്? സരിക, നിലവിൽ ഇയാളുടെ ആരോഗ്യനില തൃപ്തികരം എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഇന്ന് വൈകുന്നേരമാണ് ഈ പ്രദേശത്ത് ലഹരിമരുന്നിന്റെ ഉപയോഗമുണ്ട് എന്നുള്ള രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് സംഘം അവിടെ എത്തുന്നത്. ഈ പരിശോധനയിൽ 4 പേരെയാണ് പിടികൂടിയത്. ഈ 4 പേരിൽ 3 പേരുടെ പക്കത്തിൽ നിന്ന് കഞ്ചാവ് പിടികൂടി ചെറിയ അളവിൽ. അതുപോലെ തന്നെ ടോണിയുടെ ഭാഗത്ത് നിന്ന് രാസലഹരിയുമാണ് പിടികൂടിയത്. പോലീസ് പിടികൂടിയ വേളയിലാണ് ഇയാൾ കൈവശം സൂക്ഷിച്ചിരുന്ന രാസലഹരി വിഴുകുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നാലെ ഇയാൾ അവശനിലയിലാവുകയായിരുന്നു. ഒരു പക്ഷേ ക്യാപ്സൂൾ പകരത്തിലുള്ള രാസലഹരി വിഴുങ്ങിയപ്പോൾ വയറ്റിലെത്തി അത് പൊട്ടിയത് കൊണ്ടാവാം പെട്ടെന്ന് അവശനിലയിലേക്ക് എത്തിയത്. പിന്നെ തുടർന്ന് അയാളെ പ്രാഥമിക ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് അവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിലവിലിപ്പോൾ ടോണിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നാളെ ഇയാളിൽ നിന്ന് സ്വാഭാവികമായ രീതിയിൽ ഈ രാസലഹരി പുറത്തേക്ക് വരേണ്ടതാണ്. അങ്ങനെയെങ്കിൽ അത് പുറത്തെടുത്തതിന് ശേഷം അയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് പോലീസ് സംഘം നൽകുന്ന വിവരം. എന്തായാലും രാസലഹരി പോലീസിൽ നിന്ന് ഒളിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇയാൾ വിഴുങ്ങിയത്. ഇതോടെയാണ് അവശനിലയിലായ ടോണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട അവസ്ഥയിലെത്തിയത്. സരിക, എറണാകുളത്ത് നിന്ന് മനീഷ് ഐഷ മാത്യു ആണ് വിശദാംശങ്ങൾ നൽകിയത്.